ഹായ് ഗൈസ്. ഇപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് merge k sorted lists. അപ്പോൾ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് വായിക്കാം. യു ആർ ഗിവൺ an array of k linked lists. Each linked list is sorted in ascending order. Merge all the linked lists into one sorted linked list and return it. ഓക്കെ, അപ്പോൾ നമുക്ക് k നമ്പർ ഓഫ് ലിങ്ക് ലിസ്റ്റുകൾ ഇങ്ങനെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം ഓരോ ലിങ്ക് ലിസ്റ്റുകളാണ്. 1, 4, 5 ഒരു ലിങ്ക് ലിസ്റ്റ്, ഇതൊരു ലിങ്ക് ലിസ്റ്റ്, ഇങ്ങനെ. അപ്പം നമ്മൾ ഇതിനെല്ലാം സോർട്ട് ചെയ്ത് ഒരൊറ്റ ലിങ്ക് ലിസ്റ്റ് ആക്കി മാറ്റണം. ഓക്കെ, അപ്പൊ നമുക്ക് നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് merge 2 sorted ലിങ്ക് ലിസ്റ്റുകളായിരുന്നു അല്ലെ. അപ്പൊ അത് നമ്മൾ എങ്ങനെ ചെയ്തതെന്ന് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. ഒരു പോയിന്റർ വെച്ചിട്ട് അതിനെ നമ്മൾ അങ്ങനെ ലെസർ വാല്യൂ നോക്കി ആ പോയിന്ററിനെ മൂവ് ചെയ്ത് നമ്മൾ ജോയിൻ ചെയ്തായിരുന്നു. ഇവിടെ ഇപ്പൊ k ലിസ്റ്റുകളുണ്ട് അല്ലെ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ k ലിസ്റ്റുകൾ വരുമ്പോൾ എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത്. അപ്പൊ ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ് എന്തായിരിക്കും? ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ് നമുക്ക് രണ്ടെണ്ണത്തിന് സോൾവ് ചെയ്യാൻ അറിയാം. അപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ് വരുന്നത് ആ രണ്ടെണ്ണത്തിന് സോൾവ് ചെയ്യുന്ന ആ ലോജിക്ക് തന്നെ നമ്മൾ എടുത്തിട്ട് നമ്മൾ ഓരോന്നായിട്ട് ഇതിനെ ഗ്രൂപ്പ് ചെയ്യും. അതായത് ആദ്യം ഇതിനെ രണ്ടിനെയും കൂടെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യും. ഓക്കെ, ഇതൊന്ന് ഹൈഡ് ചെയ്യാം. ഓക്കെ, ആദ്യം നമ്മൾ ഇതിനെ രണ്ടിനെയും കൂടെ ഗ്രൂപ്പ് ചെയ്യും. അപ്പൊ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഒരു ലിസ്റ്റ് ആയിട്ട് വരും അല്ലെ. 1, 1, 3, 4, 5 നമുക്കൊരു ലിങ്ക് ലിസ്റ്റ് കിട്ടി. എന്നിട്ട് പിന്നെ ഈ ലിസ്റ്റും ഇതും കൂടെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യും. നമുക്ക് ഫൈനലി ഈ ഒരു ആൻസർ നമുക്ക് ഫൈനലായിട്ട് കിട്ടും. മനസ്സിലായോ? നമ്മൾ അതായത് ഇപ്പൊ x1, x2, x3 ഇങ്ങനെ കുറെ ലിസ്റ്റുകൾ ഉണ്ടെന്ന് വെക്കുക. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഫസ്റ്റ് രണ്ടെണ്ണത്തിന് ഗ്രൂപ്പ് ചെയ്യും. നമുക്ക് രണ്ടെണ്ണത്തിന് ഗ്രൂപ്പ് ചെയ്യാനുള്ളത് അറിയാം. എന്നിട്ട് ഇത് രണ്ടിനെയും കൂടെ ഒരുമിച്ച് കിട്ടുന്നതിന്റെ ഇതിനെ നമ്മൾ തേർഡിന്റെ കൂടെ ഗ്രൂപ്പ് ചെയ്യും അല്ലെ. ഇത് രണ്ടും കൂടെ ഗ്രൂപ്പ് ചെയ്യും. ഇത് മൊത്തത്തില് അങ്ങനെ അടുത്ത് കിടക്കുന്ന എല്ലാത്തിനെയും ഗ്രൂപ്പ് ചെയ്ത് നമ്മള് അങ്ങനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് അതിന്റെ കോഡ് കാണാം. എന്നിട്ട് എന്താണ് ഇത് പറയുന്നത് നമുക്ക് നോക്കാം. സോ അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ആദ്യം നമുക്ക് ഈ ലിസ്റ്റിൽ കൂടെ ഐട്രേറ്റ് ചെയ്യാം അല്ലെ. അപ്പൊ ഫോർ ലെറ്റ് i is equal to 0, i less than ലിസ്റ്റ് ആണ്. അപ്പൊ ലിസ്റ്റ് ഡോട്ട് ലെങ്ത് ആൻഡ് i++. നമ്മൾ ജസ്റ്റ് ഒരു ഫോർ ലൂപ്പ് ഇട്ടു. എന്നിട്ട് നമുക്ക് രണ്ടെണ്ണം വെച്ചിട്ടാണ് ഇതിൽ ഐട്രേറ്റ് ചെയ്യേണ്ടതല്ലേ. അപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു ഫംഗ്ഷൻ എഴുതാം, merge ലിങ്ക് ലിസ്റ്റ്. നമ്മൾ നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യന്റെ അതേ ലോജിക് ആയിരിക്കും. merge ലിങ്ക് ലിസ്റ്റിന് രണ്ട് ലിസ്റ്റ് merge ചെയ്യണമെന്നേ ഉള്ളൂ ഈ ഒരു ഫംഗ്ഷന്റെ പരിപാടി. അതിന്റെ അകത്തോട്ട് നമുക്ക് ലിസ്റ്റ് ഓഫ് ഐയും i-1 കൊടുക്കാം. അപ്പൊ നമുക്ക് -1 വെക്കുന്നതുകൊണ്ട് നമുക്ക് 1 ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. ലിസ്റ്റ് ഡോട്ട് ലെങ്ത് വരെ. ഓക്കെ, ലിസ്റ്റ് ഓഫ് ഐയും ലിസ്റ്റ് ഓഫ് i-1 വെക്കാം. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഒരു വാല്യൂ തരും. അപ്പൊ നമുക്ക് ആദ്യം merge ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒന്ന് ഡിഫൈൻ ചെയ്യാം. അപ്പൊ merge ലിങ്ക് ലിസ്റ്റ്, അതിൻ്റെ അകത്ത് രണ്ട് ലിസ്റ്റുകൾ എടുക്കുന്നുണ്ട്. നമുക്ക് p എന്നും q എന്നും വെക്കാം. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ ഇതേ ക്വസ്റ്റ്യൻ കണ്ടതാണ്, എന്നാലും ജസ്റ്റ് ഒന്നുകൂടെ പറയാം. അതായത് ഇപ്പൊ രണ്ട് ലിസ്റ്റ് ഉണ്ടെന്ന് വെക്കാം. ഓക്കെ, ഇവിടെ ഒരു ലിങ്ക് ലിസ്റ്റ് ഉണ്ട്, ഇവിടെ ഒരു ലിങ്ക് ലിസ്റ്റ് ഉണ്ട്. നമ്മുടെ merge ഫംഗ്ഷൻ എന്ത് ചെയ്യും? ഇവിടെ ഒരു ഡമ്മി നോഡ് വെച്ചിട്ട് ഏറ്റവും ലോവസ്റ്റ് ഇതാണെങ്കിൽ ലോവസ്റ്റിലോട്ട് പോകും, പിന്നെ നെക്സ്റ്റ് ലോവസ്റ്റ് ഇതാണെങ്കിൽ ഇതിലോട്ട് പോകും, പിന്നെ ലോവസ്റ്റ് ഇതാണെങ്കിൽ ഇതിലോട്ട് പോകും, പിന്നെ ഇത് ലോവസ്റ്റ് ആണെങ്കിൽ ഇതിലോട്ട് പോകും, പിന്നെ ഇത് ലോവസ്റ്റ് ആയിട്ടുള്ളതിനെ merge ചെയ്ത് ലാസ്റ്റ് ഒരു ലിങ്ക് ലിസ്റ്റ് ആക്കി അസെൻഡിങ് ഓർഡറിൽ നമുക്ക് വാല്യൂസ് റിട്ടേൺ ചെയ്ത് തരും. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ കോഡൊന്ന് എഴുതി നോക്കാം അല്ലെ. അപ്പൊ പിയും ക്യൂ എന്നും പറഞ്ഞ് രണ്ട് ലിങ്ക് ലിസ്റ്റ് നമുക്ക് കിട്ടി. ഇനി ഇതിനെ എങ്ങനെ merge ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇതിനെ ഐട്രേറ്റീവ്ലി merge ചെയ്യാൻ പറ്റും, റിക്കർസീവ്ലി merge ചെയ്യാൻ പറ്റും. നമുക്കിതിനെ ഇപ്പോൾ ഐട്രേറ്റീവ് സൊല്യൂഷൻ നമുക്കൊന്ന് കാണാം. സോ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നത്, ആദ്യം നമ്മൾ പറഞ്ഞ ഒരു ഡമ്മി നോഡ് നമ്മൾ വെക്കുക. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഡമ്മി നോഡ് വെക്കുക. അതെന്ന് പറയുന്നത് എന്തായിരിക്കും? ന്യൂ ലിസ്റ്റ് നോഡ് ഓഫ് 0 എന്ന് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം വൈൽ p and q. അതായത് പിയും ക്യൂവും നള്ളല്ലാത്ത രണ്ടിലും വാല്യൂ ഉള്ളതോളം വൈൽ ലൂപ്പ് റൺ ചെയ്യാം. എന്നിട്ട് ഡമ്മി നോഡിന്റെ ഒരു കോപ്പി എടുത്ത് നമുക്ക് കറണ്ട് എന്ന് വെക്കാം. ഐട്രേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കോപ്പി എടുത്ത് വെക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം ഇഫ് p ഡോട്ട് വാല്യൂ ഇറ്റ് ഈസ് ലെസർ ദാൻ ഓർ ഈക്വൽ ടു q ഡോട്ട് വാല്യൂ. അപ്പോൾ ഫസ്റ്റ് പിയിലെ ആണ് ലെസർ വാല്യൂ എങ്കിൽ കറണ്ടിന്റെ നെക്സ്റ്റിനെ നമുക്ക് പിയിലോട്ട് പോയിന്റ് ചെയ്യാം. എന്നിട്ട് പിനെ നമുക്ക് ഇൻക്രിമെന്റ് ചെയ്യാം. p ഈസ് ഈക്വൽ ടു p ഡോട്ട് നെക്സ്റ്റ് എന്ന് കൊടുക്കാം.
അല്ല ക്യൂ ആണ് ലെസർ എങ്കിൽ സെയിം സാധനം നമ്മൾ ക്യൂയിലോട്ട് പോയിന്റ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ക്യൂ ഇസ് ഈക്വൽ ടു ക്യൂ ഡോട്ട് നെക്സ്റ്റ് എന്ന് എഴുതുന്നു. എന്നിട്ട് ഇത് രണ്ടും കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കറണ്ട് പോയിന്റ് കോമൺ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പിയും ക്യൂവും ട്രൂ ആയിട്ടുള്ളിടത്തോളം ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ കണ്ടോണ്ട് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യാത്ത പി ക്യൂവും ഒരുമിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ പിയിൽ അല്ലെങ്കിൽ ക്യൂവിൽ വാല്യൂ കാണാം അല്ലേ. അപ്പോൾ പിയിൽ വാല്യൂ ഉണ്ടെങ്കിൽ നമ്മൾ കറണ്ട് ഡോട്ട് നെക്സ്റ്റ് ഇസ് ഈക്വൽ ടു പി എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇഫ് പിയിലുണ്ടെങ്കിൽ കറണ്ട് ഡോട്ട് നെക്സ്റ്റ് റെസ്റ്റ് ഓഫ് ദ പി ആ നോട്ട്സിലോട്ട് പോയിന്റ് ചെയ്യുന്നു. അല്ല ക്യൂ ആണ് ബാക്കി വന്നതെങ്കിൽ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരെണ്ണത്തിലേ നമ്മൾ കയറത്തുള്ളൂ. അപ്പോൾ ക്യൂ ആണെങ്കിൽ കറണ്ട് ഡോട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ക്യൂയിലോട്ട് പോയിന്റ് ചെയ്യുന്നു. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? നമുക്ക് ഹെഡ് നമ്മൾ നേരത്തെ ഡമ്മി എന്ന് വെച്ചിട്ടുണ്ടല്ലേ, ആ ഹെഡ് നമുക്ക് ഡമ്മി ഡോട്ട് നെക്സ്റ്റിൽ കിട്ടും. ഡമ്മി ഡോട്ട് നെക്സ്റ്റ് നമ്മൾ റിട്ടേൺ ചെയ്യുമ്പോൾ ഈ മേർജ് ചെയ്ത ലിങ്ക് ലിസ്റ്റിന്റെ ഫസ്റ്റ് നോഡ് നമ്മൾ റിട്ടേൺ ചെയ്യുകയാണ്. ഓക്കെ, ആൻഡ് ഇത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിത് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് ഓഫ് ഐയിൽ നമുക്കിതിനെ മേർജ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പൊ എന്ത് പറ്റും? ഐയും ഐ പ്ലസ് വണ്ണിനെയും ലിസ്റ്റ് ഓഫ് ഐയിൽ മേർജ് ചെയ്ത് ഐന്റെ ഓരോ ഇൻഡെക്സിൽ നമുക്ക് ഇത് മേർജ് ചെയ്ത് കിട്ടുന്നു. നമ്മൾ എന്നിട്ട് റിട്ടേൺ ചെയ്യുന്നത് ഏറ്റവും ലാസ്റ്റ് ഇൻഡെക്സിനായിരിക്കും നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, ലിസ്റ്റ് ഓഫ് ലിസ്റ്റ് ഡോട്ട് ലെങ്ത് -1 എന്ന് പറഞ്ഞ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ, ഇത് നമുക്ക് റൺ ചെയ്യാം. നമുക്കിവിടെ ഈ ലിസ്റ്റ് എം ടി ആയിട്ടുള്ള എഡ്ജ് കേസ് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. നമുക്കത് നോക്കാം. യെസ്, കണ്ടോ, എം ടി ആയിരിക്കും നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് ഇവിടെ ആ ഒരു കണ്ടീഷൻ കൊടുക്കാം. ഇഫ് ലിസ്റ്റ് എന്ന് പറയുന്ന അറേ ഡോട്ട് ലെങ്ത് ഇറ്റ് ഈസ് ഈക്വൽ ടു 0, we should return, okay, should return null. ഇത് റണ്ണി നോക്കാം. ഓക്കെ, അപ്പോൾ സബ്മിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സബ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓരോ ഇൻഡെക്സിനെയും മേർജ് ചെയ്ത് നമുക്ക് ലാസ്റ്റ് ഇങ്ങനെ ഒരു അറേ കിട്ടുവാണ്. അപ്പം നമുക്കൊന്ന് ലിസ്റ്റ് ഇപ്പം എന്താണ് നമുക്ക് കിട്ടുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, കൺസോൾ ഡോട്ട് ലോഗ് ലിസ്റ്റിനാണല്ലോ നമ്മൾ മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ലിസ്റ്റ് എന്താണ് കിട്ടുന്നതെന്ന് കാണിച്ചു തരാം, ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കുമ്പോൾ കേട്ടോ, നമ്മൾ ആദ്യത്തെ ഇതില് നമ്മൾ 1 2 3 4 4 5 6 അല്ലേ, 1 2 3 4 4 5 6, അത് കഴിഞ്ഞിട്ട് 1 1 2 3 4 4 5 6 ലാസ്റ്റ് ആയപ്പോഴത്തേക്കും നമ്മൾ എല്ലാത്തിനെയും മേർജ് ചെയ്ത് ഉള്ള വാല്യൂ കിട്ടി നമുക്ക്. അപ്പോൾ ഇതാണ് ഇതിന്റെ ലാസ്റ്റ് ഇതായിരിക്കും. ഈ ഐറ്ററേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ഇൻഡെക്സ് ആയിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഏറ്റവും ബ്രൂട്ട് ഫോഴ്സ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഏറ്റവും ബ്രൂട്ട് ഫോഴ്സ് ഇപ്പൊ നീക്കോന്റെ സൈറ്റ് നോക്കുവാണെങ്കിൽ വീണ്ടും ഭയങ്കര ബ്രൂട്ട് ഫോഴ്സ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ട് നമുക്ക്. പക്ഷെ ഇനിയും ഒപ്റ്റിമൈസ് ചെയ്യാൻ ഇനിയും 2 സൊല്യൂഷൻസ് കൂടെ നമുക്ക് പറയാനുണ്ട്. അപ്പൊ എല്ലാ സൊല്യൂഷൻസും പറയുന്നതിനെക്കാട്ടിലും ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് റെഫർ ചെയ്യാം വേറെ മെത്തേഡ്സ് എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോ ഇതാണ് ഇതിന്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് n×k ആണ്. where n is the number of nodes across k list and k is the number of list. ലിങ്ക് ലിസ്റ്റിന്റെ നമ്പർ ആണ് k, n എന്ന് പറയുന്നത് ഓരോ ലിങ്ക് ലിസ്റ്റിലുള്ള നോഡ്സും ആണ്. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഒരു ഭയങ്കര ഹൈ ടൈം കോംപ്ലക്സിറ്റി ആണ്. അപ്പോൾ ഇത് നമുക്ക് എന്തായാലും ഇതിനെ ഒപ്റ്റിമൈസ് ചെയ്താലേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനിയുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ മേർജ് സോർട്ട് എന്ന് പറയുന്ന ഒരു അൽഗോറിതം ഉണ്ട് സോർട്ടിങ്ങിന് വേണ്ടി. അപ്പോൾ അതിൽ നമ്മൾ ഡിവൈഡ് ആൻഡ് കോൺക്വർ മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ സോർട്ട് ചെയ്യുന്നത്. അതായത് ഇപ്പം നമുക്ക് അറേയിൽ നമുക്ക് ഇങ്ങനെ നമ്പേഴ്സ് ഉണ്ടെന്ന് വെക്കാം. ഓക്കെ, ഇതെല്ലാം ഓരോരോ നമ്പേഴ്സ് ആണ്. നമുക്ക് ഇതിനെല്ലാം സോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാം കൂടെ ഓരോന്നായിട്ട് സോർട്ട് ചെയ്യാതെ നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യും ഹാഫ് ആയിട്ട്. ഓക്കെ, ഇപ്പൊ ഇതാണ് അറേയുടെ ഹാഫ് എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ഇതിനെ ആദ്യം സോർട്ട് ചെയ്യും, എന്നിട്ട് ഇതിനെയും സോർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇതിന് ഇത്രയും സോർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. സോറി, ഇതിനെ സോർട്ട് ചെയ്യുന്നില്ല, നമ്മൾ ഇതിനെ ഓരോന്നിനെയും രണ്ടെണ്ണം വെച്ച് സോർട്ട് ചെയ്യും. ഇതിനെ രണ്ടിനെയും കൂടെ ഗ്രൂപ്പ് ചെയ്യും. ഇതൊരൊറ്റ വാല്യൂ ആയിട്ട് കിട്ടി. ഇതിനെ രണ്ടിനെയും കൂടെ സോർട്ട് ചെയ്യും, ഇതൊറ്റ വാല്യൂ ആയിട്ട് കിട്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇതായി. അതായത് ലോഗ് ടു ദ ബേസ് ഇതിന്റെ പകുതിയായി, by 2 ആയി.
അവസാനം ഇതിനെ രണ്ടിനെയും കൂടെ സോർട്ട് ചെയ്യുന്നു, ഗ്രൂപ്പ് ചെയ്തിട്ട് നമ്മൾ സോർട്ട് ചെയ്യുന്നു, ലാസ്റ്റ് നമുക്ക് ഒരു ഒറ്റ വാല്യൂ കിട്ടുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത്. ഡിവൈഡ് ആൻഡ് കോൺകർ എന്നാണ് ഈ ഒരു ടെക്നിക്കിന്റെ പറയുന്നത്. അതായത് മൾട്ടിപ്പിൾ വാല്യൂസ് ഉള്ളപ്പോൾ നമ്മൾ അതിനെ ഗ്രൂപ്പ് ഓഫ് 2 ആയിട്ട് ഡിവൈഡ് ചെയ്ത് അതിനെ നമ്മൾ ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യുന്നു. എന്നിട്ട് അതിനെ നമ്മൾ ഇങ്ങനെ റെഡ്യൂസ് ചെയ്ത് അവസാനം ഒരൊറ്റ ഒരു വാല്യൂയിലോട്ട് എത്തുന്നു. ഓക്കെ, അപ്പൊ അത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യനിലും നമ്മൾ ഈ നോട്ട്സ് നോക്കുമ്പോൾ ഈ എക്സ് തന്നിട്ടിരിക്കുന്ന ഓരോ ലിങ്ക് ലിസ്റ്റ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഈ ഓരോ ലിങ്ക് ലിസ്റ്റും ഇപ്പോ ഇതിന്റെ അകത്ത് നമുക്ക് ഈ ലിസ്റ്റ് നോക്കുമ്പോൾ 3 എണ്ണമാണ് ഉള്ളത്. ഇവിടെ ഇപ്പൊ 8 ലിങ്ക് ലിസ്റ്റ് ഉള്ള ഒരു ലിസ്റ്റ് ആണ് തന്നതെന്ന് വിചാരിക്കുക. അപ്പൊ ആദ്യത്തെ 2 നമ്മൾ സോർട്ട് ചെയ്യുന്നു, അതിനെ വെക്കുന്നു. 3rd 4th സോർട്ട് ചെയ്യുന്നു. അതുപോലെ 5 6 7 8 എല്ലാം സോർട്ട് ചെയ്യുന്നു. അപ്പൊ 8 എന്നുള്ള 4 എണ്ണമായി. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ അത് 2 എണ്ണമായി. പിന്നെ ലാസ്റ്റ് 1 എണ്ണമായി. അപ്പൊ അങ്ങനെ സോൾവ് ചെയ്യാനാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ അതിന്റെ ഒരു ടെക്നിക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ അതിന് ഈ മേർജ് ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അങ്ങനെ തന്നെ കിടക്കട്ടെ. നമുക്ക് 2 എണ്ണത്തിന് മേർജ് ചെയ്യാനായതുകൊണ്ട് ആ ഒരു ഫംഗ്ഷൻ സെയിം തന്നെയാണ്, നമുക്ക് അവിടെ ചേഞ്ച് ഒന്നുമില്ല. ആ ഫോർ ലൂപ്പ് നമ്മളിപ്പോ കണ്ട ഈ ഒരു കോഡാണ് നമ്മൾ മാറ്റാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റാം നമുക്ക് നോക്കാം. സോ നമ്മുടെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമുക്കൊന്ന് ഐട്രേറ്റ് ചെയ്യാം ആദ്യം ലിസ്റ്റിലോട്ടൊന്ന്. ഓക്കെ, ഇതിന്റെ ലോജിക് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കട്ടെ. ഇതിന്റെ ലോജിക് എന്ന് പറയുന്നത് നമുക്ക് ഇതിനെ 2 ആയിട്ട് ഗ്രൂപ്പ് ചെയ്യണം. യെസ്, അപ്പൊ നമുക്ക് ആദ്യം ഒരു ഫോർ ലൂപ്പ് ഇടണം. ഓക്കെ, ഫോർ ലൂപ്പ് ഇട്ടിട്ട് ഫോർ ലെറ്റ് ഐ ഈസ് ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ ലിസ്റ്റ് ഡോട്ട് ലെങ്ത്. എന്നിട്ട് ഐനെ നമ്മൾ 2 പോയിന്റിലായിട്ട് ഇൻക്രിമെന്റ് ചെയ്യും. ഐ പ്ലസ് ഇസ് ഈക്വൽ ടു 2 വെച്ചിട്ട് നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ചെയ്യാൻ പോകുന്നത് നമുക്ക് നമ്മൾ എന്നിട്ട് ചെയ്യാൻ പോകുന്നത് 2 എണ്ണം വെച്ചിട്ട് ഐനെ ഐ പ്ലസ് 1നെയും കൂടെ നമ്മൾ കൊടുക്കുന്നു. അത് കഴിയുമ്പോൾ ഐ പ്ലസ് 2 ആവുന്നതുകൊണ്ട് പിന്നെ അതിന്റെ നെക്സ്റ്റ് 2 എണ്ണത്തിനും കൊടുക്കുന്നു. അപ്പോ നമുക്ക് ഒരു മേർജ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ലിസ്റ്റ് വെക്കാം. എന്നിട്ട് ഓക്കെ, നമുക്കപ്പോ ഇതിന്റെ അകത്ത് ചെയ്യേണ്ടത് ഒരു വൈൽ ലൂപ്പ് ഇടണം. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ലിസ്റ്റ് ഒരെണ്ണം ആകുന്ന വരെ നമ്മൾ ഈ ഫോർ ലൂപ്പ് റൺ ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് നമുക്ക് വൈൽ ലിസ്റ്റ് ഡോട്ട് ലെങ്ത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കുന്നവരെ ഈ ഒരു വൈൽ ലൂപ്പ് ഇടണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ വൈൽ ലൂപ്പിന്റെ അകത്ത് നമ്മൾ ഈ ഒരു ഫോർ ലൂപ്പ് റൺ ചെയ്യണം. ഈ ഫോർ ലൂപ്പിന്റെ അകത്ത് കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോന്നിനെയും മേർജ് ചെയ്യണം അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ലെറ്റ് മേർജ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു അറേ ഡിക്ലെയർ ചെയ്യാം. എന്നിട്ട് ഈ മേർജ് ലിസ്റ്റ് എന്ന് പറയുന്നത് മേർജ് ലിസ്റ്റിന്റെ അകത്തോട്ട് നമുക്ക് ഇതിനെ പുഷ് ചെയ്യേണ്ടി വരും. ഇപ്പൊ നമുക്കിപ്പോ ഇങ്ങനെ എഴുതാം. തൽക്കാലം മേർജ് ലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഈ മേർജ് ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിക്കുന്നു. എന്നിട്ട് ലിസ്റ്റ് ഓഫ് ഐ ആൻഡ് ലിസ്റ്റ് ഓഫ് ഐ പ്ലസ് 1 വിളിക്കുന്നു. എന്നിട്ട് ഇതിനെ നമ്മൾ ഇതിലോട്ട് പുഷ് ആണ് ചെയ്യുന്നത്. ഓക്കെ, മേർജ് ലിസ്റ്റിലോട്ട് പുഷ് ചെയ്യുന്നു. ഏതാണ് ഈ ഒരു മേർജ് ചെയ്ത് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ മേർജ് ലിസ്റ്റിലോട്ട് നമുക്ക് കിട്ടുന്നു. എന്നിട്ട് നമ്മൾ ഈ ലിസ്റ്റ് എന്ന് പറയുന്ന ഇതിനെ നമ്മൾ മേർജ് ലിസ്റ്റ് ആക്കുന്നു ഫസ്റ്റ് ഇതിൽ. ഓക്കെ, അപ്പോ നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് ലിസ്റ്റിനെ നമുക്ക് കൺസോൾ ലോഗ് ചെയ്യാം. ഓക്കെ, ഓരോ ടൈമും ലിസ്റ്റിന്റെ വാല്യൂ എന്താണെന്നുള്ളത് കൺസോൾ ഡോട്ട് ലോഗ് ലിസ്റ്റ്. ഓക്കെ, ലിസ്റ്റ് എന്താണ് നമുക്കൊന്ന് കൺസോൾ ചെയ്യാം. ഇത് മിക്കവാറും കൺസോൾ ചെയ്യുന്നതിന് മുന്നേ നൾ ചെക്കിന്റെ ഇത് നമ്മൾ കൊടുക്കാത്തതുകൊണ്ട് കമ്പൈലർ എറർ ഇല്ല. ഓക്കെ, കുഴപ്പമില്ല അത്. ഓക്കെ, അപ്പൊ നമ്മളെ നോക്കുമ്പോ കണ്ടോ, ആദ്യത്തെ ഇതില് ലിസ്റ്റ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് 1 4 5 1 3. അത് കഴിഞ്ഞപ്പോ എന്ത് പറ്റി, നമ്മൾ ഇതിനെ രണ്ടിനെയും മേർജ് ചെയ്തു. അപ്പൊ ലിസ്റ്റ് ഇങ്ങനെയായി. ഇനി അടുത്ത ഐട്രേഷനിൽ ഇത് രണ്ടും മേർജ് ആവും, നമ്മൾ അവിടെ നിന്ന് റിട്ടേൺ ചെയ്യും. ഓക്കെ, അതാണ് ഐഡിയ എന്ന് പറയുന്നത്. ഇതാണ് കറക്റ്റ് ഐഡിയ എന്ന് പറയുന്നത്. ഇത് രണ്ടിനെയും മേർജ് ചെയ്തു, ഇത് കിട്ടി. ഇവിടെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അതിനെയും കൂടെ മേർജ് ചെയ്തേനെ. നമുക്ക് ഈ ടെസ്റ്റ് കേസ് ഒന്ന് മോഡിഫൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ടെസ്റ്റ് കേസിൽ നമുക്ക് ഇവിടെ 2 6 ഉണ്ടല്ലോ, അതേപോലെ നമുക്കിവിടെ വേറെ ഒരെണ്ണം കൂടെ കൊടുക്കാം. 2 ഹയർ വാല്യൂസ് കൊടുക്കാം, 4,9 എന്ന് കൊടുക്കാം. ജസ്റ്റ് ആ ടെസ്റ്റ് കേസിന് വേണ്ടി. ഓക്കെ, ഒന്ന് റൺ ചെയ്യാം. ഓക്കെ, ഇപ്പൊ കണ്ടോ, ഇത് രണ്ടും ഇനി ഫസ്റ്റ് ഇതില് മേർജായി, ഇത് രണ്ടും മേർജായി. ഇനി അവസാനത്തെ ഇത് കൂടെ ഒറ്റ ഒരെണ്ണമായിട്ട് അങ്ങ് മേർജ് ആവും. ഇതിപ്പോ ഈ വൈൽ ലൂപ്പിൽ കയറാത്തതിന്റെ റീസൺ എന്താണ്? കാരണം നമ്മൾ ലിസ്റ്റ് ഗ്രേറ്റർ ദാൻ 1 എന്ന് കൊടുത്തോണ്ടാണ്.
ഇപ്പൊ നമ്മൾ ഈ വൈൽ ലൂപ്പിന്റെ അകത്ത് ലിസ്റ്റ് ഗ്രേറ്റർ ദാൻ 1 ലിസ്റ്റ് ഓക്കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് കൊടുക്കാം. ജസ്റ്റ് മനസ്സിലാക്കാനാണ്. ഇത് നേരത്തെ ഇത് കാണുമ്പോഴേ ഒരു ഐഡിയ കിട്ടും, പക്ഷെ ഒന്ന് ക്ലിയർ ആക്കാനും വേണ്ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 കൊടുക്കും. നമുക്ക് ലാസ്റ്റ് ആ ഒരു ലൂപ്പ് വരെ കിട്ടും അല്ലേ. അതിന് TLE എററോ എല്ലാം പോവോ? യെസ്, TLE എററിലോട്ട് പോയി, കാരണം നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അത് കഴിഞ്ഞിട്ട്. അത് പക്ഷെ ഐഡിയ മനസ്സിലായല്ലോ. ഇതിന്റെ എല്ലാം നമ്മളിങ്ങനെ ഗ്രൂപ്പ് ചെയ്യുന്നു. ഈ TLE എറർ വന്നാൽ എന്താ, നമ്മളിപ്പോ ഇതിന്റെ എക്സിറ്റ് കണ്ടീഷൻ ഒന്നും ആലോചിക്കുന്നില്ല, പക്ഷെ അവസാനം നമുക്ക് ഇങ്ങനെ കിട്ടുന്നത് നമ്മൾ റിട്ടേൺ ചെയ്യണം. അതാണ് നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ രണ്ടെണ്ണവും ഗ്രൂപ്പ് ചെയ്തു ഇവിടെ, അതേപോലെ ഇത് രണ്ടെണ്ണവും ഇവിടെ ഗ്രൂപ്പ് ചെയ്തു. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഇത് ഗ്രൂപ്പ് ചെയ്ത് നമുക്കിങ്ങനെ ലിസ്റ്റ് അവസാനം എത്തിയപ്പോഴത്തേക്ക് ലിസ്റ്റ് നമുക്ക് കിട്ടി. ഓക്കെ, ഡിവൈഡ് ആൻഡ് കോൺകർ വെച്ചിട്ട് നമ്മൾ രണ്ടെണ്ണം വെച്ച് ഗ്രൂപ്പ് ചെയ്ത് കിട്ടി. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഇനി എന്ത് ചെയ്യാം, ലിസ്റ്റ് ഓഫ് 0 എന്ന് നമുക്ക് റിട്ടേൺ ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ ഒന്ന് ലിസ്റ്റിനെ ഒന്ന് കൺസോൾ ചെയ്യാം. കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് ലിസ്റ്റ്. ഓക്കെ, എന്താണ് ലിസ്റ്റിൽ വരുന്നത് നമുക്കൊന്ന് നോക്കാം. സോ യെസ്, കണ്ടോ, നമുക്ക് ഒരു അറേന്റെ അകത്ത് ഒരു ഇതായിട്ടാണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഈ അറേയിലെ ഫസ്റ്റ് എലമെന്റ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടത് ഇതാണ്, അത് നമ്മുടെ ഫസ്റ്റ് എലമെന്റ് ലിസ്റ്റ് ആണ്. അപ്പൊ നമുക്കിവിടെ റിട്ടേൺ ചെയ്യാം. ഓക്കെ, റിട്ടേൺ ലിസ്റ്റ് ഓഫ് 0. ഓക്കെ, അപ്പൊ അതാണ് ഇതിന്റെ ഡിവൈഡ് ആൻഡ് കോൺകറിന്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിവിടെ empty arrayയുടെ ഒരു ഇഷ്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ empty arrayയുടെ ഇതും കൂടെ ഹാൻഡിൽ ചെയ്യാം. ഇഫ് ലിസ്റ്റ് ഡോട്ട് ലെങ്ത് ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ റിട്ടേൺ 9. ഓക്കെ, റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ എല്ലാ ടെസ്റ്റ് കേസും പാസ്സായിട്ടുണ്ട്. ഇനി ഒന്ന് സബ്മിറ്റ് ചെയ്ത് നോക്കാം, വേറെ ഏതെങ്കിലും എഡ്ജ് കേസസ് വല്ല ഹാൻഡിൽ ചെയ്യാനുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് എല്ലാ ഇതും പാസ്സായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതായി ഡിവൈഡ് ആൻഡ് കോൺകർ ടെക്നിക്കാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ നേരത്തെ കണ്ട ടൈം കോംപ്ലക്സിറ്റി വെച്ച് നോക്കുമ്പോൾ n×k ആയിരുന്നത് log ടു ദ ബേസ് 2k ആയി. എങ്ങനെ ലോഗറിതമിക് ആയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കണ്ട പോലെ ആദ്യം 8 നോഡ് ഉണ്ടെങ്കിൽ അത് പിന്നെ 4 ആവും, പിന്നെ 2 ആവും, അങ്ങനെ ഡിവൈഡഡ് ബൈ 2 ആവുന്നുണ്ട്. ടൈം കോംപ്ലക്സിറ്റി ലോഗറിതമിക്കലി റെഡ്യൂസ് ആവുന്നുണ്ട്. അപ്പോൾ അത് വലിയൊരു ചേഞ്ച് തന്നെയാണ്. അതാണ് ഏറ്റവും ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇതിനെ ഏറ്റവും സോൾവ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ് ഏറ്റവും ഒപ്റ്റിമൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ് പറയുക. അത് കഴിഞ്ഞിട്ട് ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡിന് ഈ ഫംഗ്ഷൻ സെയിം തന്നെയാണ്, മേർജ് ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഇതിനെ മേർജ് ചെയ്യുന്നത് നമ്മൾ ഓരോന്നായിട്ട് മേർജ് ചെയ്യുന്നതിന് പകരം നമുക്കിങ്ങനെ ഡിവൈഡ് ആൻഡ് കോൺകർ വെച്ചിട്ട് ഇങ്ങനെ ഡിവൈഡ് ബൈ 2 എന്നുള്ള രീതിയിൽ മേർജ് ചെയ്ത് വരാൻ പറ്റും എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണെന്ന് പറയാം. ഓക്കെ, ആൻഡ് ഇത് ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണ്. ഇനി വേറൊരു രീതിയിൽ നമുക്ക് ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ എഴുതാൻ പറ്റും. ഓക്കെ, അതിന് നമുക്ക് ഇനി ഈ കോഡൊന്നും വേണ്ട, നമുക്ക് ഒന്നും കൂടെ നോക്കാം. അത് നമുക്ക് ഇനി എക്സ്ട്രാ ടൈം ഉണ്ട്. ഓക്കെ, വേറെ ഏതെങ്കിലും രീതിയിൽ ഇതിനെ സോൾവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുവാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റിയ ഒരു സൊല്യൂഷൻ ആണ്. ഓക്കെ, ഏറ്റവും ഫൈനലായിട്ട് പറയാൻ പറ്റിയ നല്ലൊരു സൊല്യൂഷൻ ആണ്. കാരണം നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുള്ളതാണ് മിൻ ഹീപ്പ് എന്ന് പറയുന്നത്. അപ്പൊ മിൻ ഹീപ്പ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ അസെൻഡിങ് ഓർഡറിലാണ് ഇത് എല്ലാം തന്നിരിക്കുന്നതും ആൻഡ് നമുക്ക് സോർട്ട് ചെയ്താണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഓരോ വാല്യൂസും ഹീപ്പിൽ കീപ്പ് ചെയ്തിട്ട് ഓരോന്ന് പോപ്പ് ചെയ്യുന്നതും ഓരോ വാല്യൂസും ലിങ്ക് ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് ഹീപ്പിലോട്ട് പുഷ് ചെയ്യുകയാണെങ്കിൽ, മിൻ ഹീപ്പിലോട്ട് പുഷ് ചെയ്യുകയാണെങ്കിൽ സ്മോളസ്റ്റ് വാല്യൂ തന്നെ ആയിരിക്കും മിൻ ഹീപ്പിൽ ഇരിക്കുന്നത് അല്ലെ. അങ്ങനെ നമുക്ക് മിൻ ഹീപ്പ് വെച്ച് നമുക്ക് ഇതിനെ ഫോം ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് അതിന്റെ കോഡ് കണ്ടിട്ട് നമുക്ക് അതിനെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഐഡിയ ഇതാണ്. അപ്പൊ നമുക്ക് അതിന്റെ കോഡ് ഒന്ന് കാണാം. അപ്പൊ മിൻ ഹീപ്പിന് വേണ്ടി നമുക്ക് ആദ്യം മിൻ ഹീപ്പ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം ഡേറ്റ സ്ട്രക്ചർ JS എന്ന് പറയുന്ന ലൈബ്രറി ഉണ്ട്, നേരത്തെ വീഡിയോസിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അത് തന്നെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം ലീഡ് കോഡിൽ. ഓക്കെ, നമ്മളായിട്ട് ഇതിനെ ഇംപ്ലിമെന്റ് ചെയ്യണ്ട. മിൻ പ്രയോറിറ്റി ക്യൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു മിൻ ഹീപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിൻ്റെ അകത്ത് നമുക്ക് ഏത് വാല്യൂവിനാണ് നോഡ് ഡോട്ട് വാൽ അല്ലെ. ഇപ്പൊ ഈ നോഡ് നോക്കുവാണെങ്കിൽ നോഡിന്റെ അത് വാല്യൂ നെക്സ്റ്റ് ആണ്. അപ്പൊ നോഡ് ഡോട്ട് വാൽ ആ വാല്യൂവിനെ ബേസ് ചെയ്താണ് നമുക്ക് മിൻ ഹീപ്പ് ക്രിയേറ്റ് ആയി പോവേണ്ടത്.
അപ്പോൾ ഈ വാല്യൂവിന് ബേസ് ചെയ്ത് മിൻ ഹീപ്പ് ഇതിൻ്റെ അകത്ത് എൻ ക്യൂവും ഡി ക്യൂ ഓപ്പറേഷൻസ് തനിയെ ചെയ്തോളും. ഓക്കെ, സോ നമുക്ക് അത്രയും അറിയാം. അപ്പോൾ മിൻ ഹീപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലിസ്റ്റിൽ കൂടെ ഐട്രേറ്റ് ചെയ്യാം. ഫോർ ലിസ്റ്റ് ഓഫ് ലിസ്റ്റ് ആൻഡ് വി കൻ ജസ്റ്റ് എൻ ക്യൂ ഇൻ ടു മിൻ ഹീപ്പ്. മിൻ ഹീപ്പിലോട്ട് ജസ്റ്റ് ഇതങ്ങ് വെക്കാം. ഓക്കെ, എൻ ക്യൂ ലിസ്റ്റ്. ഇപ്പൊ മിൻ ഹീപ്പിലോട്ട് നമ്മൾ എല്ലാ വാല്യൂസും വെച്ചിടുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് മിൻ ഹീപ്പിൽ ഇപ്പൊ എന്താണെന്നൊന്ന് നോക്കാം അല്ലേ. console.log min heap. ആൻഡ് മിൻ ഹീപ്പിനെ നമുക്ക് കാണണമെങ്കിൽ ഒന്ന് അറേ ആക്കണം, എന്നാലേ കൺസോൾ ചെയ്താൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇപ്പൊ 2 അറേ ഫംഗ്ഷൻ വെച്ചിട്ട് കൺസോൾ ചെയ്യാം. മിൻ ഹീപ്പിൽ ഇപ്പൊ എന്താ വന്നതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോ മിൻ ഹീപ്പില് നമുക്കിപ്പോ ഈ കിട്ടിയിരിക്കുന്ന ഇതെല്ലാം ഇപ്പൊ സോർട്ടഡ് ഓർഡറിലാണ് വന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിന് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും കാണാനില്ല. നമുക്ക് ഇതിനെ എടുത്തിട്ട് ഏറ്റവും ലാസ്റ്റ് വെക്കാം. ഓക്കെ, നമുക്ക് ഇതിനെ ലാസ്റ്റ് വെക്കാം. അത് നമുക്ക് ഇതിന് സോർട്ടഡ് ഓർഡറിലാണ് വരുന്നതെന്നുള്ള നമുക്കൊന്ന് കാണാം. കണ്ടോ, 2.6 ലാസ്റ്റ് ആണെങ്കിൽ 2.6 ആദ്യമേ വന്നു. അപ്പൊ മിൻ ഹീപ്പിന്റെ പ്രോപ്പർട്ടി ആണത്. തനിയെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നതിന് അസെൻഡിങ് ഓർഡറിലെ ഹീപ്പിഫൈ എന്ന് പറയുന്ന പ്രോസസ്സ് വെച്ച് അതിനെ അസെൻഡിങ് ഓർഡറിലോട്ടാക്കി ഏറ്റവും ഫ്രണ്ടില് ഇതൊരു ക്യൂ ആണ്. അപ്പൊ ഇതിന്റെ ഫ്രണ്ടില് സ്മോളർ എലമെന്റ്സ് ആയിരിക്കും, ബാക്കിൽ ലാർജർ എലമെന്റ്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് മിൻ ഹീപ്പ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഈ സോർട്ടഡ് ലിസ്റ്റിന്റെ അകത്തുനിന്ന് ഓരോ വാല്യൂസ് എടുത്ത് നമുക്ക് മിൻ ഹീപ്പിൽ വെച്ചു. ഇനി മിൻ ഹീപ്പിൽ നിന്ന് ഓരോ വാല്യൂസ് നമുക്ക് പോപ്പ് ഔട്ട് ചെയ്ത് നമുക്ക് പുതിയൊരു ഇത് ക്രിയേറ്റ് ചെയ്യണം, പുതിയൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ആ ലിസ്റ്റ് റിട്ടേൺ ചെയ്യണം. ഓക്കെ, അതാണ് നമ്മുടെ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് നമുക്ക് മിൻ ഹീപ്പിന്റെ അകത്ത് വൈൽ മിൻ ഹീപ്പ് ഡോട്ട് സൈസ് ഡോട്ട് സൈസ് ഗ്രേറ്റർ ദാൻ 0 അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ടാൽ മതി. മിൻ ഹീപ്പ് ഡോട്ട് സൈസിൽ വാല്യൂ ഉള്ളിടത്തോളം, അതായത് അത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കുമ്പോൾ അത് ട്രൂ ആയിരിക്കുന്നവരെ ഒരു വൈൽ ലൂപ്പ് ഇടുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് കോൺസ്റ്റ് ഒരു നോഡ് മിൻ ഹീപ്പിലെ ഫസ്റ്റ് നോഡ് എടുക്കാം. അപ്പോൾ മിൻ ഹീപ്പ് ഡോട്ട് ഡി ക്യൂ. ഓക്കെ, മിൻ ഹീപ്പിൽ നമ്മൾ ഫസ്റ്റ് നോഡിനെ എടുത്തു. എന്നിട്ട് നമുക്കിവിടെ ഇനി ഒരു നേരത്തെ പോലെ ഒരു ഡമ്മി നോഡ് വെക്കാം. ഡമ്മി നോഡ് എന്ന് പറയുന്നത് എന്താ, ന്യൂ ലിസ്റ്റ് നോഡ് ഓഫ് വാല്യൂ ഓഫ് 0. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ലെറ്റ് കറണ്ട് ഇസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എൻ്റെ ഒരു കോപ്പി എടുത്ത് ഡമ്മീൻ്റെ ഒരു കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോഡ് കിട്ടി. അപ്പോൾ ഫസ്റ്റ് ഏറ്റവും സ്മോളസ്റ്റ് എലമെന്റ് മിൻ ഹീപ്പിൽ നമുക്ക് കിട്ടി. നമുക്ക് കറണ്ട് ഡോട്ട് നെക്സ്റ്റ് ഇസ് ഈക്വൽ ടു നോഡ് എന്ന് നമുക്ക് കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്ക് നോഡിനെ ഇൻക്രിമെന്റ് ചെയ്യാം. നോഡ് ഡോട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇൻക്രിമെന്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് കിട്ടി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്ക് മിൻ ഹീപ്പിലെ ആ നോഡ് നൾ അല്ലെങ്കിൽ ഇഫ് നോട്ട് നോഡ് നൾ അല്ലെങ്കിൽ നമുക്ക് മിൻ ഹീപ്പിലോട്ട് അതിനെ എൻക്യൂ ചെയ്യാം. ഓക്കെ, എൻക്യൂ മിൻ ഹീപ്പിലോട്ട് നമ്മൾ അതിനെ എൻക്യൂ ചെയ്തിട്ടുണ്ട്. ഇവിടെ കറണ്ടിനെ നമുക്ക് നോഡ് പോലെ തന്നെ കറണ്ട് പോയിന്ററിനെ അപ്ഡേറ്റ് ചെയ്യണം. കറണ്ട് ഇസ് ഈക്വൽ ടു കറണ്ട് ഡോട്ട് നെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ നോഡ് വെച്ചിട്ട് നോഡ് ഇല്ലെങ്കിൽ മിൻ ഹീപ്പിലോട്ട് എൻക്യൂ ചെയ്തിട്ടുണ്ട്. നോഡ് ഉണ്ടെങ്കിലാണ് ഇത്, നോഡ് ഇല്ലെങ്കിൽ തന്നെ നോഡ് ട്രൂ ആണെങ്കിൽ ഇഫ് നോഡ് ഹാസ് സം വാല്യൂ മിൻ ഹീപ്പ് ഡോട്ട് എൻക്യൂ നോഡ്. ഓക്കെ, നോഡിനെ നമ്മൾ എൻക്യൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ ഐട്രേറ്റ് ചെയ്ത് പോകും. നമുക്ക് നോക്കാം, റൺ ചെയ്ത് നോക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടും. മിൻ ഹീപ്പ് ഡോട്ട് സൈസ് മിൻ ഹീപ്പ് നമ്മൾ നോഡിനെ ഡി ക്യൂ ചെയ്ത് എടുത്തു. കറണ്ട് ഡോട്ട് നെക്സ്റ്റ് അത് വെച്ചു. കറണ്ടിനെ നോഡിനെ ഇൻക്രിമെന്റ് ചെയ്തു. എന്നിട്ട് നോഡിന്റെ അകത്ത് വാല്യൂ ഉണ്ടെങ്കിൽ നമ്മൾ മിൻ ഹീപ്പിലോട്ട് ആ നോഡിനെ നെക്സ്റ്റ് നോഡിനെ എടുത്ത് വെച്ചു. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇവിടെ റിട്ടേൺ ചെയ്ത് നോക്കാം. ഡമ്മി ഡോട്ട് നെക്സ്റ്റ്. ആൻഡ് ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ ലിസ്റ്റ് ആഡ് ചെയ്യുമ്പോഴേ നമുക്ക് ലിസ്റ്റ് ട്രൂ ആണ്, എം ടി ലിസ്റ്റ് നമുക്ക് മിൻ ഹീപ്പിൽ വെക്കണ്ട. ഓക്കെ, ലിസ്റ്റ് ട്രൂ ആണെങ്കിൽ മിൻ ഹീപ്പ് ഡോട്ട് എൻക്യൂ ലിസ്റ്റ് ഇത് കൂടെ കൊടുക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ നേരത്തെ കൊടുത്ത ബേസ് കണ്ടീഷനും കൂടെ കൊടുക്കാം. എന്തായാലും അത് എറർ അടിക്കും. അല്ലെങ്കിൽ ഇഫ് ലിസ്റ്റ് അത് നമുക്ക് കൊടുക്കേണ്ടി വരത്തില്ല. മിൻ ഹീപ്പിന്റെ ആയിട്ട് നമുക്ക് നോക്കാം. നൾ കേസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് ഹാൻഡിൽ ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട.
ഓക്കെ, അസൈൻമെന്റ് കോൺസ്റ്റന്റ് വേരിയബിൾ, ഇത് കോൺസ്റ്റന്റ് കൊടുക്കണ്ട, നമുക്ക് ലെറ്റ് കൊടുക്കാം. നമുക്ക് മോഡിഫൈ ചെയ്യുന്നതുകൊണ്ട് നമുക്കത് കോൺസ്റ്റന്റ് വേരിയബിളിലോട്ട് പറ്റത്തില്ല. ഓക്കെ ഓക്കെ, ഇനിഷ്യൽ ടെസ്റ്റ് കേസസ് പാസ്സായി. സബ്മിറ്റ് ചെയ്തൊന്ന് നോക്കാം. ഓക്കെ, പാസ്സായിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്തത് നമുക്ക് ഒന്നുകൊണ്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഡിവൈഡ് ആൻഡ് കോൺകർ പോലെ തന്നെ അതേ ടൈം കോംപ്ലക്സിറ്റിയിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ മിൻ ഹീപ്പ് എന്ന് പറയുന്നത്. ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി നോക്കുമ്പോഴും n log k തന്നെയാണ്. സെയിം ടൈം കോംപ്ലക്സിറ്റിയിൽ നമുക്ക് ചെയ്യാം. ഡിവൈഡ് ആൻഡ് കോൺകർ നോക്കുമ്പോഴത്തേക്ക് സെയിം ടൈം കോംപ്ലക്സിറ്റി തന്നെയാണ്. രണ്ടും സെയിം കോംപ്ലക്സിറ്റിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്, ഐ മീൻ സൊല്യൂഷൻസ് തന്നെയാണ്. പക്ഷെ മിൻ ഹീപ്പും കൂടെ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ കൂടെ പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു മിൻ ഹീപ്പ് അല്ലെങ്കിൽ മിനിമം പ്രയോറിറ്റി ക്യൂ എന്ന് പറയുന്ന ഒരു ഡേറ്റ സ്ട്രക്ചർ ഉണ്ട്. ഇതിന്റെ അകത്ത് ഇതൊരു ട്രീ ആയിട്ടാണ് എലമെന്റ്സ് വെക്കുന്നത്. ഓക്കെ, ഇങ്ങനെ 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 ഓരോരോ എലമെന്റ്സ് ഇങ്ങനെ ട്രീ ആയിട്ട് ഇതിങ്ങനെ ഫോം ചെയ്ത് പോകും. അപ്പൊ ഇതിന്റെ പ്രോപ്പർട്ടി നമുക്ക് അറിയാവുന്ന പോലെ ഏറ്റവും സ്മോളസ്റ്റ് എലമെന്റ് എപ്പോഴും ഏറ്റവും റൂട്ടില് സ്മോളസ്റ്റ് എലമെന്റ് വെക്കുന്നു. അത് ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പക്ഷെ അതാണ് മിൻ ഹീപ്പിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഈ ആദ്യം ലിസ്റ്റിൽ കൂടെ ഐട്രേറ്റ് ചെയ്തു, എന്നിട്ട് ലിസ്റ്റ് ആൻഡ് മിൻ ഹീപ്പ് ഡോട്ട് എൻ ക്യൂ ലിസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ വെച്ചു. ഓക്കെ, അപ്പോൾ മിൻ ഹീപ്പിലോട്ട് നമ്മൾ ഫുൾ ലിസ്റ്റിനെയും വെച്ചു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഡമ്മി നോഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മളൊരു ഡമ്മി നോഡ് വെക്കുന്നു, എന്നിട്ട് ഹീപ്പ് ചെയ്യുന്നു. ഓക്കെ, ഹീപ്പ് ഇങ്ങനെയാണ് ഇരിക്കണേന്ന് വെക്കുക. ഈ ഹീപ്പ് നമുക്ക് എപ്പോഴും മിനിമം എലമെന്റ്സ് ആണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് മിനിമം എലമെന്റ് നമ്മൾ എടുത്തു. ഡമ്മി നോഡിന്റെ നെക്സ്റ്റിന് എടുത്ത് നമ്മൾ മിനിമം എലമെന്റിലോട്ട് പോപ്പ് ചെയ്തു. എന്നിട്ട് ഈ എലമെന്റിന്റെ നെക്സ്റ്റ് എലമെന്റ് എടുത്തു. എന്നിട്ട് നമ്മൾ അതിനെ വീണ്ടും എടുത്ത് ഇതിലോട്ട് വെക്കുന്നു. എന്നിട്ട് ഇതിൽ നിന്ന് പോപ്പ് ചെയ്യുന്നു. ഇത് പോപ്പ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്, ആ ഹീപ്പിലുള്ള നെക്സ്റ്റ് മിനിമം എലമെന്റ് തന്നെ ഇവിടെ വരും. ഇതിനെ നമ്മൾ വീണ്ടും അടുത്ത മിനിമം എലമെന്റിലോട്ട് പോയിന്റ് ചെയ്ത് അങ്ങനെ പോയിന്റ് ചെയ്ത് മിൻ ഹീപ്പ് 0 ആവുന്നവരെ നമ്മൾ ഈ വൈൽ ലൂപ്പ് റൺ ചെയ്തുകൊണ്ടിരിക്കും. ഇത് 0 ആയി കഴിയുമ്പോൾ നമ്മൾ ഇതിന്റെ ഒരു പോയിന്റർ കോപ്പി നമ്മൾ എടുത്തു വെച്ചായിരുന്നു. ആ കോപ്പി ഡമ്മി ഡോട്ട് നെക്സ്റ്റ് എന്ന് പറയുന്ന ആ ഒരു വേരിയബിൾ നമ്മൾ എക്സിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അത് വെച്ച് റിട്ടേൺ ചെയ്യാം. കറണ്ട് വെച്ചാണ് നമ്മൾ അതിനെ മൂവ് ചെയ്ത് പോയത്. അപ്പൊ ഡമ്മി ഫസ്റ്റ് നോഡിൽ തന്നെയാണ് പോയിന്റ് ചെയ്യുന്നത്. ഡമ്മി ഡോട്ട് നെക്സ്റ്റ് ഫസ്റ്റ് നോഡിൽ തന്നെയാണ് പോയിന്റ് ചെയ്യുന്നത്. ഡമ്മി അതിന്റെ പ്രീവിയസ് നോഡാണ്. ഓക്കെ, അപ്പൊ ഡമ്മി ഡോട്ട് നെക്സ്റ്റ് വെച്ച് നമുക്ക് അതിനെ സെൻഡ് ചെയ്യാൻ പറ്റും നെക്സ്റ്റിലോട്ട്.